OTTയിൽ ഇറങ്ങി ഈയിടെ കണ്ട 5 തമിഴ് സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും നല്ലതും എന്ന് തോന്നിയ പടമായിരിക്കും ഏറ്റവും അവസാനം പറയുന്നത്. സോ ലെറ്റസ് തുടക്കമൊക്കെ കണ്ടപ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് കരുതി കണ്ടിട്ട് പിന്നെ അമ്പോ ഹെവി ആയി പോയല്ലോ എന്ന് തോന്നിയ ഒരു പടമാണ് ആദ്യം പറയാനുള്ളത്. ഒരു മോർച്ചറി ഡ്രൈവർ ഒരു നാടൻ കലാകാരന് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു നടനാണ്. പുള്ളിയോടൊപ്പം ഒരു മൃതശരീരവുമായിട്ട് കുറെ ദൂരം സഞ്ചരിക്കുന്നതാണ് ഈ പടത്തിന്റെ പ്ലോട്ട്. ചിത്രം മൈക്കിൾ ജയരാജ് രചനയും സംവിധാനവും നിർവഹിച്ച് വിമൽ, കരുണാസ് തുടങ്ങിയവർ അഭിനയിച്ച പോകുമിടം വെഗു ദൂരമില്ലേ. പടത്തിന്റെ ഇടയ്ക്കൊക്കെ കണ്ടപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ അയോധ്യ എന്ന സിനിമ ഓർമ്മ വന്നായിരുന്നു. കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവസാനിപ്പിക്കുക എന്ന് എനിക്ക് പേഴ്സണലി ഊഹിക്കാൻ പറ്റി. സോ എനിക്ക് ആ ഒരു എൻഡിങ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. കരുണാസിന്റെ നല്ല പ്രകടനം, നല്ല BGM ഒക്കെ പടത്തിന്റെ പ്രത്യേകതയാണ്. അനാവശ്യമായ കുറച്ച് പാട്ടുകൾ, ഒരു ലവേഴ്സ് ഇടയ്ക്ക് വരുന്നത്, ഇതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കുകയായിരുന്നെങ്കിൽ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ കൊണ്ട് പടം തീർക്കാമായിരുന്നു. ആ ക്ലൈമാക്സ് ഐറ്റം എനിക്ക് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ കഴിയും. 2 മണിക്കൂർ 13 മിനിറ്റ് ആണ് ഈ സിനിമയുടെ ദൈർഘ്യം. ഒരു രാത്രി ഗൗതം ഓടിച്ചിരുന്ന കാർ ഒരു ആക്സിഡന്റിൽ പെടുന്നു. ഇടിച്ച ബൈക്ക് യാത്രികനെ അയാൾ കാറിന്റെ ഡിക്കിയിൽ ഒളിച്ചു വെക്കുന്നു. തുടർന്ന് ആ രാത്രി നടക്കുന്ന സംഭവങ്ങൾ പറയുന്ന സിനിമ. ചിത്രം ചാച്ചി രചനയും സംവിധാനവും നിർവഹിച്ച് സതീഷ്, അജയ് രാജ്, പവൽ നവഗീതൻ, ഋതിക തുടങ്ങിയവർ അഭിനയിച്ച സട്ടം എൻ കയ്യിൽ. തുടക്കം കണ്ടപ്പോൾ ഇതിലെ പോലീസുകാരൊക്കെ ഇത്രയ്ക്ക് മണ്ടന്മാരാണോ എന്ന് തോന്നിപ്പോയി. പക്ഷേ കഥയിൽ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അനാവശ്യമായ പാട്ടുകളോ അല്ലെങ്കിൽ ഓവർ ഹീറോ എലമെന്റ്സ് ഒന്നും ചേർക്കാത്ത ഒരു പടമാണ്. വലിയ കുഴപ്പമില്ലാത്ത ഒരു 1 ടൈം വാച്ചബിൾ ഡീസന്റ് ത്രില്ലർ ആയിട്ട് തോന്നി. ഈ പടം ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 2 മണിക്കൂർ 3 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. അടുത്തത് ഒരു ഫാന്റസി കോമഡി പടമാണ്. നമ്മുടെ APJ അബ്ദുൽ കലാം. അദ്ദേഹം 1948 നിന്നും വെറും 16 വയസ്സുള്ളപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് 2023 എത്തിയാൽ എന്താകും അവസ്ഥ എന്നുള്ളത് വളരെ രസകരമായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ്. ശ്രീറാം അനന്തശങ്കർ സംവിധാനം ചെയ്ത് വിശ്വത്, നാഗവിശാൽ, സുനൈന തുടങ്ങിയവർ അഭിനയിച്ച റോക്കറ്റ് ഡ്രൈവറാണ് സിനിമ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഭയങ്കര സംഭവമൊന്നുമല്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ചിരി സമ്മാനിക്കുന്ന ഒരു സിമ്പിൾ ഫീൽ ഗുഡ് ഫാമിലി ഫാന്റസി പടം എന്ന് പറയാം. അബ്ദുൽ കലാമായിട്ട് വന്ന ആ പയ്യൻ കിടുവായിരുന്നു. എല്ലാവരും കൊള്ളാം. കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ആവില്ല. ചുമ്മാ ഒന്ന് ട്രൈ നോക്കാവുന്നതാണ്. പടം ആഹാ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. റൺ ടൈം 1 മണിക്കൂർ 43 മിനിറ്റ്. ഒരു ഉടായ്പ പിച്ചക്കാരൻ ഒരു വലിയ ബംഗ്ലാവിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അകപ്പെട്ടു പോകുന്നു. തുടർന്ന് നടക്കുന്ന അവിശ്വസനീയമായ സംഭവങ്ങൾ പറയുന്ന സിനിമ. ഒരു ഡാർക്ക് കോമഡി പശ്ചാത്തലത്തിൽ വന്ന ഒരു ത്രില്ലർ ജോണറിൽപ്പെട്ട പടമാണെന്ന് പറയാം. ചിത്രം M ശിവബാലൻ രചനയും സംവിധാനവും നിർവഹിച്ച് കവിൻ, സുനിൽ സുഗത, റെഡിൻ കിങ്സ്ലി, അക്ഷയ തുടങ്ങിയവർ അഭിനയിച്ച ബ്ലഡി ബഗർ. മിക്കവരും മോശം അഭിപ്രായ സിനിമയെ കുറിച്ച് പറഞ്ഞു കേട്ടതുകൊണ്ടാവും എനിക്കെന്തോ പടം വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അല്പം വെറൈറ്റി ആയിട്ടാണ് തോന്നിയത്. ചില ഹോളിവുഡ് ഫിലിംസിലൊക്കെ കാണുന്ന ഒരു ട്രീറ്റ്മെന്റ്. പക്ഷെ എല്ലാവർക്കും അതുപോലെ വർക്കാവുമോ എന്ന കാര്യം സംശയമാണ്. സോ ഇത് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. പെർഫോമൻസ് ഒക്കെ നൈസ് ആയിരുന്നു, പ്രത്യേകിച്ച് കവിൻ, സുനിൽ സുഗത എന്നിവരുടേത്. പിന്നെ നമ്മുടെ പഴയ ആരണ്യകം, അതുപോലെ നക്ഷതങ്ങളിലെ മിണ്ടാത്ത പെൺകുട്ടിയില്ലേ, ആരെയും ഭാവഗായകനാക്കും. ആ പാട്ടിലൊക്കെയുള്ള സലീമ, പുള്ളിക്കാരി ഇതിലൊരു വില്ലത്തി റോളി വന്നിട്ടുണ്ട്. രസമുണ്ടായിരുന്നു. സോ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന പടമാണ്. ഇതും ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാം. ഡ്യൂറേഷൻ 2 മണിക്കൂർ 19 മിനിറ്റ്. അടുത്തത് തിയേറ്ററിൽ കാണാൻ മിസ്സായതിൽ വളരെ സങ്കടം തോന്നിയൊരു പടമാണ്. തമിഴിലെ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നെന്ന് പറയാം. ഗത്ത്, അൻപ് എന്നീ ലോക്കൽ ക്രിക്കറ്റ് താരങ്ങളുടെ കഥ പറയുന്ന ഒരു സ്പോർട്സ് ഡ്രാമയാണിത്. വളരെ റൂട്ടഡ് ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയും കഥാപാത്രങ്ങളുമാണ് ഈ സിനിമയ്ക്കുള്ളത്. ചിത്രം തമിഴരസൻ പച്ചമുത്ത് രചനയും സംവിധാനം നിർവഹിച്ച് ഹരീഷ് കല്യാൺ, ആട്ടക്കത്തി ദിനേശ്, സ്വാസിക, സഞ്ജന കൃഷ്ണമൂർത്തി തുടങ്ങിയവർ അഭിനയിച്ച ലബർ പന്ത്. എല്ലാവരുടെയും ഗംഭീര പ്രകടനമുണ്ട്. ഹരീഷ് കല്യാൺ, ദിനേശ് എന്നിവരുടെ എടുത്തു പറയണം. അവരോടൊപ്പം തന്നെ സ്വാസിക, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു വാസന്തി അല്ലെങ്കിൽ ചതുരം എന്നീ പടങ്ങൾ ഒഴിച്ചാൽ മിക്കതും ഒട്ടും വലിയ ഡെപ്ത് ഒന്നും ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ആണ് സാധാരണ സ്വാസികയ്ക്ക് കിട്ടുന്നത്. പുള്ളിക്കാരുടെ ഒരു ഗംഭീര റോളാണ് ഈ പടത്തിലുള്ള. നല്ല പെർഫോമൻസ് ആണ്. സിനിമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പടം Disney+ Hotstar നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 26 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. അപ്പോൾ ഈ പടങ്ങളൊക്കെ നിങ്ങളും കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമന്റിൽ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.